കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ പ്രമോ വിശേഷം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കേട്ടോ. അപ്പൊ ഫുൾ വിശേഷം വരുമ്പോ അതും കൂടെ ഞാൻ മറക്കാതെ അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന പ്രകാശൻ അങ്ങനെ കാറിലേക്ക് കയറുവാണ്. ഈ സമയം കാർത്തികയും കൂടെ കയറി. അങ്ങനെ പ്രകാശം കയറി വണ്ടിയെ കയറിയിട്ട് ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടി വണ്ടിയിലേക്കൊന്ന് തൊട്ട് തൊഴുവാണ്. ഈ കാഴ്ച കാർത്തിക കാണുന്നുണ്ടായിരുന്നു. പിന്നീട് കാർത്തിയോട് പറഞ്ഞു, ആ കൈ ഒന്ന് കാണിക്കാൻ പറയണം. പെട്ടെന്ന് കാർത്തിക പറഞ്ഞു, അതെ, ആണുങ്ങളൊന്നും എന്റെ കയ്യെ ടച്ച് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമില്ല. ആരും കയ്യെ ടച്ച് ചെയ്യുന്ന ഇഷ്ടമില്ല, പ്രത്യേകിച്ച് പുരുഷന്മാരെന്ന് പറയാം. ഇത് കേട്ട് ആ സോറി മാഡം, ഇനി അങ്ങനെ ഞാൻ ആവർത്തിക്കില്ല എന്ന് പറയാണ്. ഈ സമയം പ്രകാശം മനസ്സ് വിചാരിച്ചു, അവള് തന്റെ മകളുടെ പ്രായമാനേ ഉള്ളൂ, എന്നിട്ട് അവളുടെ അഹങ്കാരം കണ്ടില്ലേ, എന്തേലും തിരിച്ചു പറയാൻ തോന്നാ. പക്ഷെ എന്ത് ചെയ്യാനാ, തന്റെ നിവൃത്തിക്കേട്. എന്തൊക്കെ പറഞ്ഞാലും അത് കേട്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ. പറയുന്ന ശമ്പളം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിശ്വസ്തയാവുകയും ചെയ്യണം, മറുത്തൊന്നും പറയാനും പാടില്ല. അപ്പൊ ഇനിയിപ്പൊ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ജോലിയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ തന്റെ അമ്മ ഇനി കഷ്ടപ്പെടേണ്ടി വരും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രകാശൻ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ കാർ എടുക്കുവാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് കുറച്ചു ദൂരം കഴിഞ്ഞ് ചെന്നപ്പോ കാർത്തി ചോദിച്ചു, അല്ല പ്രകാശന്റെ വീട് എവിടെ? ഇവിടെ തന്നെയാണെന്ന് ചോദിക്കണേ. അതമ്മാടെ എന്റെ വീട് ഇവിടെ തന്നെയാ. കുടുംബമൊക്കെയോ? അല്ല, കുടുംബം എന്ന് പറഞ്ഞാല് ഞാനും എന്റെ അമ്മയും തന്നെ താമസിക്കുന്ന പറയാം. അല്ല, നിങ്ങൾ രണ്ടും മാത്രമല്ലോ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളും ഒന്നും ഇല്ലേന്ന് ചോദിക്കണം. ഭാര്യയൊക്കെ ഉണ്ട്. ഭാര്യ മകളുടെ കൂടെയാ താമസിക്കും. അതെന്താ മകളുടെ കൂടെ? എനിക്ക് 3 മക്കളാ. അതിനകത്ത് ഞാന് എന്റെ മകനായിട്ട് മാത്രം അടുപ്പമുള്ളൂ. അതെന്താ അങ്ങനെ? ബാക്കി വരെ 2 പേരുടെ കല്യാണം കഴിഞ്ഞു. ഒരുത്തയുടെ കാര്യം പിന്നെ പറയാതിരിക്കുന്ന ഭേദം. അവള് ഭയങ്കര കോടീശ്വര, എവിടുത്തെ അറിയായിരിക്കും. RS കൺസ്ട്രക്ഷന്റെ MD കല്യാണി. അതിന്റെ മകളൊക്കെ തന്നെയാ. പക്ഷെ അവളുടെ കയ്യിൽ പത്രം ശരിയല്ല മാഡം. അതുകൊണ്ട് ഞാൻ അവളെ മകളായിട്ട് അംഗീകരിച്ചിട്ടില്ല. ചെറുതിലെ തൊട്ട് അവളിങ്ങനെ അവളുടെ തോന്നിയാസം ജീവിക്കുന്ന, അവൾക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിച്ച് അവളങ്ങോട്ട് ജീവിക്കുക. പിന്നെ എന്റെ മകന്, അല്ലെ മകനിപ്പോ എവിടെയാന്ന് ചോദിക്കണം. അതേക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുക ചെയ്യുന്നത്. എന്റെ മകളെന്ന് പറയാൻ ദുഷ്ടിയുണ്ടല്ലോ. അവള് കള്ളക്കേസ് കുടുക്കിയിട്ട് ഇപ്പൊ അവൻ അകത്താ. അവനെ എങ്ങനെയല്ലോ ഒന്ന് പുറത്തിറക്കണം മാഡം. അതിന് വേണ്ടിയിട്ടാ ഞാൻ ഈ കിടന്ന് ഈ പെടാപ്പാട് വിടുന്നേ. മാഡത്തിന് അറിയാവോ, 1-2 അറ്റാക്കൊക്കെ കഴിഞ്ഞ മനുഷ്യനാ ഞാന്. പക്ഷേങ്കില് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഡ്രൈവർ ജോലിക്ക് വന്നത് തന്നെ എന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി. പ്രായമായ എന്റെ അമ്മ ഇപ്പൊ വീട്ടുപണിക്ക് പോവാ. അതിനകത്തുനിന്ന് എന്റെ അമ്മയ്ക്കൊരു മോചനം കിട്ടണം. അതിന് വേണ്ടിയിട്ടാന്ന് പറയാ. ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ കാർത്തിക് ഇരിക്കുന്നുണ്ടായിരുന്നു. കാർത്തികയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പ്രകാശം പറഞ്ഞു, അതെ മാഡം പേടിക്കണ്ട കേട്ടോ. ഡ്രൈവിംഗ് ഞാൻ അഗ്രഗണ്യനാന്ന് പറഞ്ഞ. അതെന്താ അങ്ങനെ പറഞ്ഞേ? വണ്ടി എന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മക്കളെ നോക്കുന്ന പോലെ ഞാൻ എന്റെ വണ്ടി നോക്കുന്നേ. ഒരു ആപത്തിലും കൂടാതെ അവിടെ കൊണ്ട് എത്തിക്കും. വണ്ടിക്ക് ഒരു പോറൽ പോലും പറ്റാൻ നോക്കും. അത് വെങ്ങാനും എന്തെങ്കിലും കേടായിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഞാൻ കൊണ്ടു നടക്കും. അതുകൊണ്ട് മാഡത്തിന് ധൈര്യമായിട്ട് എന്റെ വണ്ടിയെ കയറാം, ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് പറയാം. ഈ സമയം കാർത്തിക, അങ്ങനെയുള്ളവരെ എനിക്ക് ഇഷ്ടം എന്ന് പറയണം. അങ്ങനെ അല്ല, മാഡത്തിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ. മാഡം ഇങ്ങോട്ട് എന്തിനാ വന്നേന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ഞാൻ ഇവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാപ്പോ, അപ്പൊ അതിന്റെ ആവശ്യത്തിനായിട്ട് വന്നതാ. പിന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് വേണ്ടി കുറച്ച് യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്ന. പിന്നെ മാഡത്തിന്റെ വീട്ടിലെ കാര്യങ്ങള്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം. അതിന് ഇനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ പ്രകാശ. നമ്മൾ ഇനി ഓരോ ദിവസം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. അതിനിടയ്ക്ക് ഇനി എന്തൊക്കെ വിശേഷങ്ങൾ കാണാതിരിക്കുന്നു, പറയാനിരിക്കണമെന്ന് പറയാണ്. ഓ, പ്രകാശിന് മനസ്സിലായി ഇവരൊന്നും അങ്ങോട്ട് അങ്ങനെ വിട്ട് പറയുന്നില്ല. ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുക. എന്താ മാഡം? ഒന്നുമില്ല, എനിക്ക് പ്രകാശനെ കണ്ടിട്ട് എന്തോന്നൊരു പരിചയം തോന്നുന്നതാണ്. പരിചയോ? അല്ല, എന്നെ അങ്ങനെ കാണാൻ വഴിയില്ല മാഡം. ഞാൻ ഇവിടെ വിട്ടിട്ട് അങ്ങനെ അധികം ഒന്നും പോയിട്ടില്ല എന്ന് പറയണ. അല്ല, പ്രകാശൻ ഈ ചെന്നൈക്ക് എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. ചെന്നൈക്കോ? ചെന്നൈക്കൊന്നും വന്നിട്ടില്ല മാഡം. ഞാൻ ആകെപ്പാടെ ഇവിടെയൊക്കെ വന്നിട്ടുള്ളൂ. ഓ, പിന്നെ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ടെ അവിടെ ക്ഷേത്രമൊക്കെ കാണാനായിട്ട് വന്ന. തമിഴ്നാട് വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയും. ഈ സമയം കാർത്തിയും മനസ്സിൽ പറയാം, അതേടാ നീ ഇതുപോലെ തന്നെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു. നീ ഇത്രയ്ക്ക് വലിയ ദുഷ്ടനാ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ നീ ചെന്നൈക്ക് വന്നിട്ടില്ലല്ലേ? നിനക്ക് ആരെ അറിയില്ലല്ലേ? നിന്നെ ഞാൻ അറിയിച്ചു തരുന്നുണ്ട് ഞാൻ ആരാന്നും ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താന്നൊക്കെ. ഈ സമയം പ്രകാശിച്ചു, അതെന്താ മാഡം അങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയത് പറയണേ. ഈ സമയം പ്രകാശിന്റെ ഉള്ളിലേക്ക് പല പല ചിന്തകളും ഒക്കെ ഇങ്ങനെ വരുവാണ്. കാരണം മറ്റൊന്നുമല്ല, പ്രകാശിന് ചെന്നൈയിൽ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഭാര്യയിലുള്ള കുട്ടിയാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്ന കാർത്തിക. അത് പ്രകാശൻ അറിയത്തില്ല. അപ്പൊ പ്രകാശൻ ഇങ്ങനെ പോകുന്ന പോക്കിൽ ഇങ്ങനെ പല ചിന്തകളും വരും. പ്രകാശൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോവാണ്. താനും അമ്മയും കൂടെ ചെന്നൈക്ക് പോയതും പിന്നീട് താൻ അവളുടെ കഴുത്തി വിവാഹം കഴിച്ച് അങ്ങനെ അവിടുത്തെ വലിയൊരു ക്ഷേത്രത്തിൽ വെച്ച് അവിടെ ഒരു പെൺകുട്ടീനെ പ്രകാശൻ സ്നേഹിച്ചു. അങ്ങനെ അവളുടെ കഴുത്തിൽ താലി ആർത്തുവാണ്.
അങ്ങനെ താലി ചാർത്തിയതിന് ശേഷം വീട്ടിലേക്ക് പോയി. കുറച്ചാളുകൾക്ക് ശേഷം അവൾ പ്രഗ്നന്റ് ആയി. അങ്ങനെ 7-ാം മാസത്തെ ചടങ്ങുകളൊക്കെ നടത്തി. ചടങ്ങുകളൊക്കെ വല്ല ആഘോഷത്തോടു കൂടിയായിരുന്നു. ഈ സമയം ഭാനുമതി അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചടങ്ങുകളെല്ലാം നടത്തി അവളുടെ പ്രസവത്തിന് വേണ്ടി കാത്തിരുന്നു. പ്രകാശൻ ആ സമയത്ത് ഭയങ്കര സ്നേഹമായിരുന്നു അവരോട്. അങ്ങനെ അവർ പ്രസവിക്കാൻ നോക്കി കാത്തിരുന്നു. പക്ഷെ പ്രകാശിന്റെ ഉള്ളിലെ ആഗ്രഹം ഒരു ആൺകുട്ടി വേണമെന്നുള്ളതായിരുന്നു. ഒരാൺകുട്ടി ആവണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയ പ്രകാശൻ കാത്തിരുന്നത്. പക്ഷെ പ്രകാശന്റെ പ്രതീക്ഷകളൊക്കെ തകർത്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിയാണ് ജനിച്ചത്. പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രകാശൻ അവിടെ നിൽക്കാനായിട്ട് തോന്നിയില്ല. പ്രകാശൻ എന്ത് ചെയ്യുക, നേരെ അമ്മേനും കൂട്ടിക്കൊണ്ട് ചെന്നൈയിൽ നിന്ന് നാട് വിടുക ചെയ്തേ. അപ്പൊ ആ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ കാർത്തിക എന്ന് പറഞ്ഞാല്. അപ്പൊ ഇതൊക്കെ പ്രകാശന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ കടന്നു വരികയാണ്. ഈ കാര്യങ്ങളൊക്കെ കാർത്തികയ്ക്കും വന്നു. അപ്പൊ പ്രകാശന് അവിടെ ഒരു പരിചയമില്ല, അവിടെ ഒരു ബന്ധമില്ല. അപ്പൊ ഇയാൾ ഇതല്ല ഇതിനപ്പുറത്തേക്കും കള്ളം പറയും. പ്രകാശന് പിന്നെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. പ്രകാശൻ ഡ്രൈവ് ചെയ്യുമ്പം പതറുന്നുണ്ടായി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കാർത്തിക ചോദിച്ചു, എന്താ പ്രകാശ ആ മുഖത്തൊരു വല്ലായ്മ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വല്ല മെഡിസിനും വാങ്ങണമെന്ന് നോക്കി. അതൊന്നും വേണ്ട മാഡം, ഇപ്പൊ ഈ അസുഖം വന്നതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അറ്റാക്ക് വന്നല്ലേ മെഡിസിൻ എടുക്കുന്നുണ്ട്, അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളെന്ന് പറയാണ്. പക്ഷെ പ്രകാശിന്റെ മനസ്സിലുള്ള എന്താന്ന് പ്രകാശിനെ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ കാർത്തികയ്ക്ക് അറിയാം ഇയാളോട് താൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകളൊക്കെ വന്നതാണ്. അതായിരിക്കും ഇയാൾക്ക് സ്വപ്നത്തിൽ പോലെ ചിന്തിച്ചു കാണില്ല താൻ ഇങ്ങോട്ട് വരുമെന്നും ഇയാളെ കണ്ടുപിടിക്കുമെന്നൊക്കെ. ഇനിയാണ് തന്റെ തകർച്ച ഞാൻ കാണാൻ പോകുന്നത്. എൻ്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ, അതിൻ്റെ വേദനകളും വിഷമങ്ങളും ഞാൻ തനിക്ക് തരാൻ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കാലത്തിന് ശേഷം താൻ എവിടെയാണ് തന്നെ തപ്പി കണ്ടുപിടിച്ച് തൻ്റെ അരിയിലേക്ക് ഞാൻ വന്നിരിക്കണേ. തനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമില്ലല്ലേ, ആൺകുട്ടികളെ മാത്രം ഇഷ്ടമുള്ളൂ. ഞാൻ കാണിച്ചു തരാം, ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ നല്ലതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് കാർത്തിക മനസ്സിൽ പറയണം. ഈ സമയം പ്രകാശം ചോദിച്ചു, അല്ല എങ്ങോട്ടാ മാഡം പോകേണ്ടതെന്ന് ചോദിക്കാണ്. പറയണ്ട എങ്ങോട്ടാന്ന് ഞാൻ പറയാം, അങ്ങോട്ട് പോയാൽ മതി, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം. പിന്നെ പ്രകാശൻ്റെ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ഈ സമയം എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് മനോഹർ നേരെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സരിയു ഉണ്ടായിരുന്നു അവിടെ. സരിയു മനോഹറിനെ കണ്ട് ഓടി അങ്ങോട്ട് ചെന്നു. അല്ല ഞാൻ മനുവേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മനുവേട്ടൻ ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ മോളെ, VIP മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിന് സമയത്ത് കോൾ എടുക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാതിരുന്നേന്ന് പറയാം. ശരി, എന്താ മോളിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ലാന്ന് പറയാണ്. എന്താ കാര്യമായിട്ടുണ്ടല്ലോ, എന്താണെങ്കിലും ഈ ഏട്ടനോട് പറയാൻ പറയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, എനിക്ക് ആപ്പാടെ ടെൻഷനാ മനുവേട്ടാ, എത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്കയ്ക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയാം. ഇതെന്താ മോള് ഇങ്ങനെയൊക്കെ പറയണേ? അതെ ഏട്ടാ, എനിക്ക് പറ്റുന്നില്ല ഇവിടെ. ഇപ്പൊ തന്നെയാണ് അമ്മയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ കണ്ടുവന്നിട്ടുണ്ട്. അമ്മ ആരെയോ ഭയക്കുന്നു. അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് മനുവേട്ട, അമ്മ തുറന്നു പറയാത്ത. അമ്മ ഇങ്ങനൊന്നും ആയിരുന്നില്ല മുമ്പ്. ഞാനെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാ. ഇപ്പോഴെന്ത് പറ്റി? മോളോട് ഇഷ്ടമില്ലെന്ന് ചോദിക്കുക. ഇഷ്ടമുണ്ട്, പക്ഷെ അമ്മയുടെ പ്രവൃത്തികളിലൊക്കെ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അമ്മ ആരോ ഭയപ്പെടുന്ന പോലെ. ആ താരേന്ന് ആ സ്ത്രീ ഇവിടെ വന്നു കഴിയുമ്പം അമ്മയ്ക്ക് വല്ലാത്ത ഭയം. ഇന്ന് തന്നെയാണല്ലോ അമ്മ അച്ഛനെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നു. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. തിരികെ വന്നിട്ട് എന്നോട് കഥ അടച്ചിരിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹറിന് ഒരു കാര്യം മനസ്സിലായി. ഷാരിയാന്റെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവളുടെ അമ്മ. ഇവളല്ല തന്റെ മകളെ, തനിക്ക് അങ്ങനെ ഒരു മകളില്ലെന്നുള്ള സത്യം അറിഞ്ഞിരിക്കുന്നു. അപ്പൊ അതാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ കാര്യമൊക്കെ ഒരു തീരുമാനമായി. രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് മനോഹറിന് മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷം വരുമ്പം ഞാനിത് അപ്ലോഡ് ചെയ്യട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.